SIR-ൽ ഹിയറിംഗിന് ഹാജരായില്ലെങ്കിൽ വീണ്ടും അവസരം ലഭിക്കണമെങ്കിൽ രേഖാമൂലം കാരണം ബോധിപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാരണം ബോധിപ്പിച്ചില്ലെങ്കിൽ അന്തിമ പട്ടികയിൽ നിന്ന് പുറത്തുപോകും. രണ്ടാം തവണയും ഹാജരായില്ലെങ്കിൽ പിന്നീട് ഒരു അവസരം ലഭിക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BLOമാർക്ക് നൽകിയ മാർഗനിർദ്ദേശക്കുറിപ്പിലാണ് ഹിയറിംഗിനെ സംബന്ധിച്ച നിർണായക മുന്നറിയിപ്പുള്ളത്. 7 ദിവസം മുൻപാണ് ഹിയറിംഗിന് നോട്ടീസ് നൽകേണ്ടത്. നോട്ടീസിൽ ഹാജരാകേണ്ട സ്ഥലവും സമയവും കയ്യിൽ കരുതേണ്ട രേഖയുടെ വിവരവും ഉണ്ടാകും. എന്നാൽ നിശ്ചിത സമയത്ത് എത്താതിരിക്കുകയും കാരണം ബോധിപ്പിക്കാത്തവരുടെയും എന്യൂമറേഷൻ ഫോമിലെ വിവരങ്ങൾ വെച്ച് തീർപ്പ് കൽപ്പിക്കാനാണ് EROമാർക്ക് കമ്മീഷന്റെ നിർദ്ദേശം. ഈ വിവരങ്ങൾ വെച്ച് മാപ്പിംഗ് ചെയ്യാനാവാത്തവർ സ്വാഭാവികമായും അന്തിമ പട്ടികയിൽ നിന്ന് പുറത്തുപോകും. ERO മുൻപാകെ രേഖാമൂലം കാരണം ബോധിപ്പിച്ചാലും ഒരു തവണ മാത്രമാണ് അവസരം ലഭിക്കുക. ഒരു ദിവസം ERO അല്ലെങ്കിൽ അസിസ്റ്റന്റ് ERO പരമാവധി 150 കേസുകൾ മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂവെന്നും മാർഗനിർദ്ദേശക്കുറിപ്പിൽ പറയുന്നു. അതേസമയം ഹിയറിംഗിനുള്ള നോട്ടീസ് നൽകുന്ന നടപടിക്രമങ്ങൾ എല്ലായിടത്തും ആരംഭിച്ചിട്ടില്ല. നോട്ടീസ് നൽകാതെ തന്നെ 2002 വോട്ടർ പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് BLOമാർ. കഴിഞ്ഞ ദിവസം മുതൽ അതത് മേഖലയിലെ സാഹചര്യമനുസരിച്ച് ഹിയറിംഗിനുള്ള നോട്ടീസ് നൽകി തുടങ്ങിയെന്നാണ് കമ്മീഷൻ അറിയിച്ചിരുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.